ഇൻകം ടാക്സിലെ ഒരു 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 വരെ നമ്മൾ ഇന്നലെ നോക്കി. 8ഉം 9ഉം. 8ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ അൻവേഷ്, എ നോൺ ഗവൺമെൻറ് എംപ്ലോയി, കമ്മ്യൂട്ടഡ് 2/3 ഓഫ് ഹിസ് പെൻഷൻ ആൻഡ് റിസീവ്ഡ് 3,60,000 for the same. Compute the exempt amount of the commuted value of pension if he did not receive any gratuity on retirement. അതായത് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ഒരാൾ റിട്ടയർഡ് ആകുമ്പോൾ സാധാരണ ഇതിൽ പെൻഷൻ ഓരോ മാസവും ഒരു സംഖ്യ അങ്ങനെ കിട്ടുകയല്ലേ ചെയ്യാം. അതിന് പകരം തൻ്റെ പെൻഷൻ ഒന്നിച്ചിങ്ങോട്ട് വാങ്ങാം. തൻ്റെ പെൻഷൻ ഒന്നിച്ച് വലിയൊരു സംഖ്യ ഇങ്ങോട്ട് വാങ്ങുന്നതിനാണ് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ വലിയൊരു എമൗണ്ട് കിട്ടും. മാസം 20,000 കിട്ടുന്നതിന് പകരം ചിലപ്പോൾ ഒരു 3 ലക്ഷം 4 ലക്ഷം ഒന്നിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ അൻവേഷ് നോൺ ഗവൺമെൻറ് എംപ്ലോയിയാണ്, അത് മനസ്സിലാക്കണം. കാരണം നിയമം വ്യത്യാസമുണ്ട് ഗവൺമെൻറ് എംപ്ലോയിക്കും നോൺ ഗവൺമെൻറ് എംപ്ലോയിക്കും. തൻ്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തിട്ട് 3,60,000 വാങ്ങി. അത് അയാളുടെ ഇൻകത്തിൽ കൂട്ടേണ്ടി വരും. അയാളുടെ ഇപ്രാവശ്യത്തെ സാലറീൻ്റെ ഇൻകത്തിൽ 3,60,000 കൂട്ടേണ്ടി വരും. പക്ഷേ അയാൾക്ക് കുറച്ച് എക്സംഷൻ ഉണ്ട്. നമ്മളോട് പറഞ്ഞതാണ് കമ്പ്യൂട്ട് ദ എക്സംപ്റ്റ് എമൗണ്ട്. ഇങ്ങനെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സംഷൻ എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. ഇവിടെ തന്നെയല്ലോ കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ എ നോൺ ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയിൻ്റെ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നോൺ ഗവൺമെൻറ് എംപ്ലോയിൻ്റെത് വേർ ദ എംപ്ലോയീസ് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ദ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് 1/3 ഓഫ് ദി ടോട്ടൽ പെൻഷൻ ഷാൾ ബി എക്സംപ്റ്റ്. എംപ്ലോയിക്ക് എന്തെങ്കിലും ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അയാളെ കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 1/3 എക്സെപ്റ്റ് ഒഴിവാക്കി കൊടുക്കും ടാക്സിൽ നിന്ന്. ഇനി അതർ കേസ് ദ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് 1/2, അതായത് 50% പകുതി ടോട്ടൽ പെൻഷൻ ഷാൾ ബി എക്സംപ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇയാൾക്കൊരു ഗ്രാറ്റുവിറ്റി ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അയാളെ കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 1/2 ഒഴിവാക്കി കൊടുക്കും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങിയാൽ ഇഫ് ഹീ ഡിഡ് നോട്ട് റിസീവ് എനി ഗ്രാറ്റുവിറ്റി ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി 1/2 മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1/2. അപ്പോൾ 1/2 ആകുമ്പോൾ 3,60,000 പകുതി എത്ര ഉണ്ടാവുമെന്ന് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, 1,80,000 ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ എക്സംപ്ഷൻ ടു ദ ജനറൽ റൂൾ ഓഫ് പ്രീവിയസ് ഇയർ. നമ്മളൊരു ജനറൽ റൂളുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ടാക്സ് കൊടുത്താൽ മതി. പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സ് ഈ വർഷം കൊടുത്താൽ മതി. അതല്ല ജനറൽ റൂള്. പക്ഷേ അതിന് എക്സെപ്ഷൻ ചില കേസുണ്ട്. ആ കേസിൽ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ടാക്സ് തന്നെ കൊടുക്കണം. ഈ വർഷത്തിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സ് ഈ വർഷം തന്നെ കൊടുക്കണം. ജനറൽ റൂൾ അനുസരിച്ച് ഓരോ വർഷവും പ്രീവിയസ് ഇയറിൻ്റെ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ടാക്സ് അടുത്ത വർഷം കൊടുത്താൽ മതി. പക്ഷേ അതിന് ചില എക്സെപ്ഷൻ കേസുണ്ട്. അവിടെ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ടാക്സ് ഈ വർഷം തന്നെ കൊടുക്കണം. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ടാക്സേഷൻ ഓഫ് പ്രീവിയസ് ഇയർ ഇൻകം ഡ്യൂറിങ് ദ സെയിം ഇയർ. അതായത് സെയിം ഇയറിലും ടാക്സ് കൊടുക്കേണ്ട കേസ് 1, 2, 3, 4, 5 കേസിലുള്ളത്. ഒന്ന്, ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് കമ്പനി. ഇന്ത്യയിലൊരു ഷിപ്പിംഗ് കമ്പനി ഉണ്ട്. അവർ ഇന്ത്യൻ റെസിഡൻ്റ് അല്ല, പക്ഷേ ഇവിടെ അവർ കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഷിപ്പിംഗ് ആവുന്ന സമയത്ത് ചിലപ്പോൾ പക്ഷേ അടുത്തെല്ലാം ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് അവർ ഷിപ്പ് ഇവിടുന്ന് അടുത്ത രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അടുത്ത വർഷം കൊണ്ട് വന്നോളണമെന്നില്ല. അപ്പോൾ അവർ ഷിപ്പ് നമ്മളെ പോർട്ട് വിടുന്നതിന് മുമ്പ് അവരെ വരുമാനത്തിൻ്റെ ടാക്സ് അടച്ചിട്ട് പോയിക്കൊള്ളണം. ഇൻകം ഓഫ് പേഴ്സൺ ലീവിങ് ഇന്ത്യ. ഒരു വ്യക്തി ഇന്ത്യ വിടാൻ പോവാണ്. അതായത് ഒരു അസസിങ് ഓഫീസർക്ക് തോന്നുകയാണ് ഒരു വ്യക്തി ഇന്ത്യ വിടുകയാണ്, മൂപ്പര് തിരിച്ചു വരാനുള്ള സാധ്യത എല്ലാം തോന്നുകയാണെങ്കിൽ മുങ്ങാനുള്ളൊരു പുറപ്പെടാൻ തോന്നിക്കഴിഞ്ഞാൽ അയാളോട് ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ടാക്സ് ഈ വർഷം തന്നെ അടക്കാൻ പറയും. അതേപോലെ ഇൻകം ഓഫ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ ഇവൻറ്റ് ഓർ പർപ്പസ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് പേഴ്സൺ അസോസിയേഷനൊക്കെ ഉണ്ടാകും. ആ പർപ്പസ് കഴിഞ്ഞാൽ അവർ പൂട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അവരത് അടുത്ത വർഷത്തേക്ക് കാത്തിക്കാൻ കഴിയില്ല. അവരത് എപ്പോഴും പൂട്ടിപ്പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലോ. അതേപോലെ ഇൻകം ഓഫ് പേഴ്സൺ ട്രൈൻ ടു അലിനേറ്റ് ദെയർ അസറ്റ്. അതായത് അസസിങ് ഓഫീസർക്ക് തോന്നുകയാണ് ഒരാൾ തൻ്റെ അസറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസർ അയാളെ വിളിച്ചിട്ട് പെട്ടെന്ന് ടാക്സ് അടക്കാൻ പറയും. ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഒരു ബിസിനസ്
അവർ ഈ വർഷം അവരുടെ ബിസിനസ് നിർത്തുകയാണ്, ഒരു കമ്പനി ഈ വർഷം പൂട്ടാൻ പോവുകയാണ്. അപ്പം ഞാൻ അവരെ ഈ വർഷത്തെ ടാക്സ് അടുത്ത വർഷം കമ്പനി നിലവിലുണ്ടാവില്ലല്ലോ, അപ്പോൾ പൂട്ടുന്നതിന് മുമ്പ് ടാക്സൊക്കെ അടക്കണം. ഇതാണ് ഒരു പ്രീവിയസ് ഇയർ എന്നുള്ള ജനറൽ റൂളിൻ്റെ എക്സെപ്ഷൻ കേസുകൾ. 5 കേസുകൾ വളരെ സിമ്പിളാണ്. നോൺ ഷിപ്പിംഗ് കമ്പനി, ഇന്ത്യ വിടുന്ന പേഴ്സൺ, അതേപോലെ പ്രത്യേക പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതേപോലെ തൻ്റെ അസറ്റുകൾ വിറ്റൊഴിവാക്കി ടാക്സിന് രക്ഷപ്പെടാറുന്ന ആൾ, ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഇത്രയാണ് അതിൻ്റെ എക്സെപ്ഷൻ കേസുകൾ. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ കണ്ടു, 8, 9. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വരുന്ന ശൈലി മനസ്സിലായി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് എഴുതി വെക്കേണ്ടത്, ഒന്ന് കമ്മ്യൂട്ടർ പെൻഷൻ എന്താ, കമ്മ്യൂട്ടർ പെൻഷൻ്റെ സമയത്തിൽ ഗവൺമെൻറ് എംപ്ലോയി, നോൺ ഗവൺമെൻറ് എംപ്ലോയി ഇവർക്കുള്ള എക്സംഷൻ്റെ ആ റൂൾ എന്താണെന്നുള്ളത് ചുരുക്കി എഴുതിയേക്കാം. അതേപോലെ ഈ പ്രീവിയസ് ഇയറിൻ്റെ എക്സംഷൻ ഇത് എക്സാമിന് വരുന്നതെന്ന് മനസ്സിലായല്ലോ, ആ ഒരു റൂളും കൃത്യമായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം.